നമസ്കാരം. ഈ വാർത്താദിനത്തിൽ ഇതുവരെയുള്ള വാർത്തകൾ സമഗ്രമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്ന പ്രൈം ടൈം ന്യൂസ് ആരംഭിക്കുന്നു. ഞാൻ അനുജ. എല്ലാ പ്രേക്ഷകർക്കും പ്രൈം ടൈം ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. തൽക്കാലം വൈദ്യുതി നിയന്ത്രണമില്ല. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കുത്തനെ കൂടിയെങ്കിലും ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്തില്ല. വൻകിട വ്യവസായശാലകൾക്ക് രാത്രികാലങ്ങളിൽ നിയന്ത്രണം ഏർപ്പെടുത്തും. പ്രാദേശികമായി ഇത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി. വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. ഉപഭോഗം സർവകാല റെക്കോർഡിലെത്തിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തണമെന്ന് KEB ആവശ്യപ്പെട്ടു. പ്രതിദിനം 90 ദശലക്ഷം യൂണിറ്റ് വൈദ്യുതി പുറത്തുനിന്ന് എത്തിക്കുന്നതും ഉപയോഗം കൂടിയതോടെ ഫീഡറുകൾ ട്രിപ്പാകുന്നതും ചൂണ്ടിക്കാട്ടിയായിരുന്നു ബോർഡിന്റെ വാദം. എന്നാൽ ലോഡ് ഷെഡിംഗ് ഏർപ്പെടുത്താൻ കഴിയില്ലെന്ന് വൈദ്യുത മന്ത്രി കെ കൃഷ്ണൻകുട്ടി വ്യക്തമാക്കി. ചൂട് അസഹനീയമായ സാഹചര്യത്തിൽ ലോഡ് ഷെഡിംഗ് ജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞു. ബദൽ മാർഗങ്ങൾ സമർപ്പിക്കാൻ KEBക്ക് നിർദ്ദേശം നൽകി. തുടർന്നാണ് രാത്രികാലങ്ങളിൽ വൻകിട വ്യവസായശാലകൾക്ക് വൈദ്യുതി നൽകുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്താൻ ധാരണയായത്. രാത്രികാല ഷിഫ്റ്റ് ഒഴിവാക്കണം. കാർഷികാവശ്യത്തിനുള്ള പമ്പ് സെറ്റുകൾ പകൽ സമയം മാത്രമേ ഉപയോഗിക്കാവൂ. ഉപയോഗം കൂടി ഫീഡറുകൾ ഡ്രിപ്പാകുന്ന സ്ഥലങ്ങളിൽ പ്രാദേശിക നിയന്ത്രണം ഏർപ്പെടുത്താൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർമാരെ ചുമതലപ്പെടുത്തി. മാളുകളിൽ ഉൾപ്പെടെ സ്വയം നിയന്ത്രണം നടപ്പാക്കണം. വൈദ്യുത മന്ത്രി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി നിർദ്ദേശങ്ങൾ വിശദീകരിക്കും. ഇതിനുശേഷമാകും പ്രഖ്യാപനമുണ്ടാവുക. 24 തിരുവനന്തപുരം. സംസ്ഥാനത്ത് സൂര്യാഘാതമേറ്റ് 2 മരണം കൂടി. മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയും കോഴിക്കോട് പന്ന്യങ്കര സ്വദേശി വിജേഷുമാണ് മരിച്ചത്. കനത്ത ചൂടിനെ തുടർന്ന് പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഈ മാസം 6 വരെ അടച്ചിടാൻ തീരുമാനിച്ചു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യത തുടരുകയാണ്. കോഴിക്കോട് പന്ന്യങ്കരയിൽ പെയിന്റിംഗ് ജോലിക്കിടെ സൂര്യാഘാതമേറ്റ് ചികിത്സയിലായിരുന്ന വിജേഷാണ് മരിച്ചത്. കഴിഞ്ഞ ശനിയാഴ്ചയാണ് വിജേഷിന് സൂര്യാഘാതമേറ്റത്. ജോലിക്കിടെ കുഴഞ്ഞു വീഴുകയായിരുന്നു. ഇന്നലെ വെയിലത്ത് ജോലി ചെയ്യുന്നതിനിടെ കുഴഞ്ഞു വീണ മലപ്പുറം പടിഞ്ഞാറ്റുമുറി സ്വദേശി മുഹമ്മദ് ഹനീഫയും ഇന്നു മരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയവെയാണ് ഇരുവരുടെയും മരണം. സംസ്ഥാനത്ത് അതിതീവ്രമായ ചൂട് തുടരുന്ന സാഹചര്യത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ മെയ് 6 വരെ അടച്ചിടും. സ്കൂൾ വിദ്യാർത്ഥികൾക്ക് അവധിക്കാല ക്ലാസുകൾ രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 3 മണി വരെ ഒഴിവാക്കണം. പോലീസ്, അഗ്നിശമന സേന, മറ്റു സേനാ വിഭാഗങ്ങൾ, NCC, SPC തുടങ്ങിയവരുടെ പരിശീലന കേന്ദ്രങ്ങളിൽ പകൽ സമയത്തെ പരേഡും ഡ്രില്ലുകളും ഒഴിവാക്കണം. ആസ്ബസ്റ്റോസ്, ടിൻഷീറ്റുകൾ മേൽക്കൂരയായിട്ടുള്ള തൊഴിലിടങ്ങൾ പകൽ സമയം അടച്ചിടണം. ഇവ മേൽക്കൂരയായുള്ള വീടുകളിൽ താമസിക്കുന്ന തൊഴിലാളികളെ ക്യാമ്പുകളിലേക്ക് മാറ്റണം. കലാകായിക മത്സരങ്ങളോ പരിപാടികളോ പകൽ 11 മുതൽ 3 മണി വരെ നടത്തുന്നതിന് വിലക്കുണ്ട്. തീപിടുത്ത സാധ്യത മുൻകൂട്ടി കണ്ട് ഫയർ ഓഡിറ്റ് അടക്കം നടത്തി കെട്ടിടങ്ങളുടെ സുരക്ഷ ഉറപ്പുവരുത്തണം. വേനൽ മഴ സജീവമാകുന്നതിനു മുമ്പ് മഴക്കാലപൂർവ്വ ശുചീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കണമെന്നും ഇന്നു ചേർന്ന അവലോകന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ചു. പാലക്കാട്, തൃശൂർ, കോഴിക്കോട്, ആലപ്പുഴ ജില്ലകളിൽ ഉഷ്ണതരംഗ സാധ്യതാ മുന്നറിയിപ്പും ഇന്നും നാളെയും തുടരും. ആലപ്പുഴ ജില്ലയിൽ രാത്രികാല താപനില മുന്നറിയിപ്പും 8 ജില്ലകളിൽ ഉയർന്ന താപനില മുന്നറിയിപ്പും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. സംസ്ഥാനത്ത് വേനൽ മഴ തുടരും. ഉച്ചയ്ക്ക് ശേഷം മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും കാറ്റിനും സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണം. 24 തിരുവനന്തപുരം. തമിഴ്നാട്ടിൽ കനത്ത ചൂട് തുടരുന്ന സാഹചര്യത്തിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. 7 ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. 8 ജില്ലകളിൽ യെല്ലോ അലർട്ടും പ്രഖ്യാപിച്ചു. തമിഴ്നാട്ടിൽ ആദ്യമായാണ് ചൂടിന് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിക്കുന്നത്. കൃഷ്ണഗിരി, ധർമ്മപുരി, കള്ളക്കുറിച്ചി, പെരമ്പലൂർ, കരൂർ, ഈറോഡ്, നാമക്കൽ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. റാണിപ്പെട്ട്, വെല്ലൂർ, തിരുപ്പത്തൂർ, തിരുവണ്ണാമലൈ, സേലം, ട്രിച്ചി, തിരുപ്പൂർ, കോയമ്പത്തൂർ എന്നിവിടങ്ങളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 40 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ ചൂടുണ്ടായ ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട്. ഇന്നലെ കരൂർ പരമതിയിൽ 44 ഡിഗ്രി സെൽഷ്യസ് ചൂട് രേഖപ്പെടുത്തി. മേയർ KSRTC ഡ്രൈവർ തർക്കത്തിൽ നിർണായക തെളിവായ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിൽ ദുരൂഹത തുടരുന്നു. KSRTCയുടെ പരാതിയിൽ തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടതിന് പിന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചനയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. KSRTC ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് MLAയും KSRTC ഡ്രൈവർ HL യദുവും തമ്മിൽ
തർക്കമുണ്ടായ ബസ്സിലെ CCTV ദൃശ്യങ്ങളടങ്ങിയ മെമ്മറി കാർഡാണ് നഷ്ടപ്പെട്ടത്. മെമ്മറി കാർഡ് എടുത്തുമാറ്റിയതിൽ ഇരുപക്ഷവും ആരോപണ പ്രത്യാരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. KSRTCയുടെ പരാതിയിൽ കേസെടുത്ത തമ്പാനൂർ പോലീസ് അന്വേഷണം തുടങ്ങി. മേയർക്കും സംഘത്തിനുമെതിരെ ഡ്രൈവർ യദു നൽകിയ പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്താൻ ഇന്നലെ തീരുമാനമായി. ഡ്രൈവർ യദുവിന്റെ പരാതിയിൽ കേസെടുക്കാൻ മനുഷ്യാവകാശ കമ്മീഷൻ ഉത്തരവിട്ടു. തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറും KSRTC മാനേജിംഗ് ഡയറക്ടറും അന്വേഷണം നടത്തി ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണം. മെമ്മറി കാർഡ് കാണാതായതിൽ KSRTCക്കും പോലീസിനും വീഴ്ച പറ്റിയെന്ന പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മെമ്മറി കാർഡ് മാറ്റിയത് KSRTC ഉദ്യോഗസ്ഥരും CPIM നേതാക്കളും ചേർന്നെന്ന് K സുരേന്ദ്രൻ കുറ്റപ്പെടുത്തി. പോലീസ് നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്ന് M വിൻസെന്റ് MLA ആരോപിച്ചു. ഡ്രൈവർ ശ്രീ യദു പോലീസിന് കൃത്യമായ പരാതി നൽകിയിട്ടും FIR എടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. അത് അങ്ങനെ പ്രവർത്തിക്കുന്ന ഉദ്യോഗസ്ഥന്മാർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നുള്ള സുപ്രീം കോടതി ഉത്തരവ് കേരളത്തിലെ പോലീസ് മേധാവിക്ക് ബാധകമാണോ? സച്ചിൻ ദേവ് MLA ബസ്സിൽ നിന്ന് യാത്രക്കാരെ ഇറക്കിവിട്ടെന്ന ആരോപണം ശുദ്ധ നുണയെന്ന് AA റഹീം MP. സച്ചിൻ ദേവ് കയറി ആ വാഹനത്തിൽ നിന്ന് എല്ലാവരും ഇറക്കി വിട്ടു. ശുദ്ധ നുണയാണ്. അയാൾ കയറിയിട്ട് ആവശ്യപ്പെട്ടത് എനിക്ക് കൂടി ഒരു ടിക്കറ്റ് ഇതാ, വണ്ടി നേരെ ഡിപ്പോയിലേക്ക് പോട്ടെ, ഇതാണ് അയാൾ ആവശ്യപ്പെട്ടത്. മേയർ കാര്യങ്ങൾ ചോദിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഒരു കൂട്ടം മാധ്യമങ്ങൾ വേട്ടയാടുന്നതായും DYFI സംസ്ഥാന പ്രസിഡന്റ് V വസീഫ് പറഞ്ഞു. മേയർക്കെതിരായ സൈബർ അധിക്ഷേപങ്ങളിൽ ഇതുവരെ 3 കേസുകൾ രജിസ്റ്റർ ചെയ്തു. 24 തിരുവനന്തപുരം. KSRTC പത്തനാപുരം ഡിപ്പോയിൽ അനധികൃതമായി ഡ്യൂട്ടിക്ക് ഹാജരാകാതിരുന്ന 14 ജീവനക്കാർക്കെതിരെ അച്ചടക്ക നടപടി. 10 സ്ഥിരം ഡ്രൈവർമാരെ സ്ഥലം മാറ്റി, 4 ബദൽ ഡ്രൈവർമാരെ സർവീസിൽ നിന്ന് മാറ്റി നിർത്തി. മുന്നറിയിപ്പില്ലാതെ ജീവനക്കാർ കൂട്ടത്തോടെ അവധിയെടുത്തത് കാരണം പത്തനാപുരം ഡിപ്പോയിലെ നിരവധി സർവീസുകൾ റദ്ദാക്കേണ്ടി വന്നു. ഇതിലൂടെ 1,88,665 രൂപയുടെ സാമ്പത്തിക നഷ്ടമുണ്ടായെന്നാണ് KSRTCയുടെ വിലയിരുത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണിക്ക് 12 സീറ്റിൽ ജയസാധ്യതയെന്ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവിന്റെ വിലയിരുത്തൽ. തൃശൂരിലും മാവേലിക്കരയിലും CPI ജയിക്കും. തിരുവനന്തപുരത്ത് നേരിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നും പ്രതീക്ഷയുണ്ട്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്താൻ കഴിയില്ലെങ്കിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാനായെന്ന് CPI വിലയിരുത്തുന്നു. മുസ്ലിം ലീഗിന് മറുപടിയുമായി സമസ്ത പ്രസിഡന്റ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. മതമേലധ്യക്ഷന്മാരെ പള്ളിയിൽ കയറ്റരുതെന്ന ലീഗ് പരാമർശത്തിന് മതമേലധ്യക്ഷന്മാരെ അല്ലാതെ മണ്ടന്മാരെയാണോ പള്ളിയിൽ കയറ്റുകയെന്ന് ജിഫ്രി തങ്ങളുടെ ചോദ്യം. സമസ്ത നേതാക്കൾ രാഷ്ട്രീയ നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തുന്നത് പതിവാണെന്നും ഉമർ ഫൈസി കൂടിക്കാഴ്ച നടത്തിയത് സൗഹാർദ്ദത്തിന്റെ ഭാഗമായാണെന്നും ജിഫ്രി തങ്ങൾ കോഴിക്കോട്ട് പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ലല്ലോ. സമസ്ത പ്രവർത്തകർക്കെതിരെ ആരും ഒരു ഭീഷണി മുഴക്കൂല. സമസ്ത പ്രവർത്തകരെ ഇതിൽ ഏതെങ്കിലും നിലക്കുള്ള ആക്രമണങ്ങളോ മറ്റൊന്നും ഉണ്ടാവില്ല. കാരണം സമസ്ത പ്രവർത്തകർ തന്നെ വിശുദ്ധ ദീനിന് വേണ്ടി പ്രവർത്തിക്കുന്നവരല്ലേ, അവരെന്ത് ബുദ്ധിമുട്ടാക്കാനാണ്? അത് ഇതിപ്പോൾ അയാളോട് ചോദിക്കേണ്ടതാണ്. അയാൾ എന്ത് അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കറിയില്ല. ഞാൻ അയാൾ പറഞ്ഞേ കേട്ടില്ല. കൂടിക്കാഴ്ചപ്പോൾ കാണുമ്പോഴേറ്റൊക്കെ നമ്മളെല്ലാവരും വന്നാലും എല്ലാവരായിട്ടും കൂടിക്കാഴ്ച. അതായത് മതസൗഹാർദ്ദം എന്ന് പറഞ്ഞ മാതിരിക്ക് മനുഷ്യ സൗഹാർദ്ദം അതല്ലേ. നമ്മളും തെരഞ്ഞെടുപ്പിൽ ബന്ധമില്ലല്ലോ. പ്രൈം ടൈം ന്യൂസിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകൾ. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. Laza Premium Gold, the universe's finest ice cream. in association with Durashine Roof and Wall Sheets. ഒരു Tata BlueScope സ്റ്റീൽ ഉൽപ്പന്നം. ACCA CMA CA പഠിച്ച് ജയിക്കാനുള്ള ശരിയായ മാർഗം. Elance 0% പണിക്കൂലി, 100% സന്തോഷം. Al Muqtadir Jewelry Group, India, UAE. MGM Group of Institutions. കോൺഗ്രസിനെതിരെ വിദ്വേഷ പരാമർശം തുടർന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കോൺഗ്രസ് ഹിന്ദുക്കളെ തമ്മിലടിപ്പിക്കാൻ ശ്രമിക്കുകയാണെന്ന് പ്രധാനമന്ത്രി ആരോപിച്ചു. ലൈംഗികാരോപണ വിവാദത്തിൽ കുടുങ്ങിയ ദേശീയ ഗുസ്തി ഫെഡറേഷൻ മുൻ അധ്യക്ഷൻ ബ്രിജ്ഭൂഷൺ സിംഗിന് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റില്ല. റായ്ബറേലിയിലും BJP സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വോട്ട് തേടിയ പ്രധാനമന്ത്രി രാജ്യത്തോട് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. വിദ്വേഷം പ്രസംഗങ്ങളിൽ ഊന്നിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഗുജറാത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചരണം. സർക്കാർ കരാറുകളിൽ മുസ്ലിങ്ങൾക്ക് കോൺഗ്രസ് പ്രത്യേക ക്വാട്ട നൽകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. कांग्रेस पार्टी लोकतंत्र का चुनाव नहीं लड़ रही है. कांग्रेस के लिए ये चुनाव भगवान श्री राम के खिलाफ लड़ाई का चुनाव बना दिया है. मैं इनसे पूछना चाहता हूं,
भगवान राम को हराकर जरा बताइए किसको जिताना चाहते हैं। ബലാത്സംഗ കേസിലെ പ്രതിയെയും അഴിമതിക്കാരെയും സംരക്ഷിക്കുന്നതാണ് മോദിയുടെ ഗ്യാരണ്ടിയെന്ന് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. प्रज्वल रवन्ना 400 महिलाओं का रेप करता है, वीडियो बनाता है, इसको मैस रेप कहा जाता है और स्टेज में कर्नाटका के सामने प्रधानमंत्री मैस रेपिस्ट का समर्थन कर रहे हैं। जब प्रधानमंत्री आपसे वोट मांग रहे थे तो उनको मालूम था प्रज्वल रवन्ना ने किया था। തൃണമൂൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുന്നതിനേക്കാൾ നല്ലത് ബിജെപിക്ക് വോട്ട് ചെയ്യുന്നതാണെന്ന അധിർ രഞ്ജൻ ചൌധരിയുടെ പരാമർശത്തെ രൂക്ഷമായ ഭാഷയിലാണ് തൃണമൂൽ തിരിച്ചടിച്ചത്. കോൺഗ്രസ് ബിജെപിയുടെ ബി ടീമാണെന്ന് വിമർശിച്ച മമതാ ബാനർജി ഇന്ത്യ സഖ്യത്തിലെ വഞ്ചകനാണ് അധിർ രഞ്ജൻ ചൌധരി എന്ന് തുറന്നടിച്ചു. ലൈംഗികാരോപണ വിവാദത്തിൽ കുടുങ്ങിയ ബ്രിജ്ഭൂഷൺ സിംഗിനെ തെരഞ്ഞെടുപ്പിൽ നിന്ന് ബിജെപി മാറ്റി നിർത്തി. ഗുസ്തി താരങ്ങൾ ഉയർത്തിയ ലൈംഗിക പീഡന പരാതി തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിലാണ് 3 തവണ കൈസർഗഞ്ചിൽ നിന്ന് പാർലമെന്റിലെത്തിയ ബ്രിജ്ഭൂഷൺ ശരൺ സിംഗിന് ഇക്കുറി ബിജെപി സീറ്റ് നിഷേധിച്ചത്. സോണിയാഗാന്ധിക്കെതിരെ 2019 മത്സരത്തിനിറങ്ങിയ ദിനേശ് പ്രതാപ് സിംഗ് തന്നെയാണ് ഇക്കുറിയും റായ്ബറേലിയിലെ ബിജെപി സ്ഥാനാർത്ഥി. 24 ഡൽഹി. ലൈംഗികാതിക്രമ കേസിൽ പ്രതിയായ JDS നേതാവ് പ്രജ്വൽ രേവണ്ണയ്ക്കായി അന്വേഷണ സംഘം ലുക്കൌട്ട് സർക്യുലർ പുറത്തിറക്കി. ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ പ്രജ്വൽ 7 ദിവസത്തെ സാവകാശം തേടിയതിനു പിന്നാലെയാണ് നടപടി. വിദേശത്തേക്ക് യാത്ര ചെയ്യാൻ പ്രജ്വലിന് അനുമതി നൽകിയിട്ടില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. പ്രജ്വലിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിച്ച് കൂടുതൽ തെളിവുകൾ ശേഖരിക്കാനാണ് പോലീസിന്റെ നീക്കം. ദൃശ്യങ്ങൾ പകർത്തിയ പ്രജ്വലിന്റെ ഫോണും മറ്റുപകരണങ്ങളും പിടിച്ചെടുക്കേണ്ടത് കേസിൽ നിർണായകമാണ്. അതിനിടെ പീഡന ദൃശ്യങ്ങൾ പുറത്തുവിട്ടുവെന്ന് വെളിപ്പെടുത്തിയ പ്രജ്വലിന്റെ ഡ്രൈവർ കാർത്തിക് റെഡ്ഡിയെ കാണാതായി. മൊഴി നൽകാൻ അന്വേഷണ സംഘം നോട്ടീസ് നൽകിയതിന് പിന്നാലെയാണ് കാർത്തിക്കിനെ കാണാതായത്. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പ്രജ്വൽ വിദേശത്തേക്ക് കടന്നതിൽ വിശദീകരണവുമായി വിദേശകാര്യ മന്ത്രാലയം രംഗത്ത് വന്നു. നയതന്ത്ര പാസ്പോർട്ട് ഉടമകൾക്ക് ജർമ്മനിയിലേക്ക് യാത്ര ചെയ്യാൻ വിസ ആവശ്യമില്ലെന്നും യാത്രയ്ക്ക് പൊളിറ്റിക്കൽ ക്ലിയറൻസ് ലഭിച്ചില്ലെന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. No political clearance was either sought from or issued by MEA in respect of the travel of the said MP to Germany. Obviously, no visa note was issued either. No visa is required for diplomatic passport holders to travel to Germany. അതിനിടെ കേസിൽ പ്രധാനമന്ത്രിക്കെതിരെ വീണ്ടും വിമർശനവുമായി രാഹുൽ ഗാന്ധി രംഗത്തെത്തി. കൊടും കുറ്റവാളിക്കായി വോട്ട് തേടിയ പ്രധാനമന്ത്രി രാജ്യത്തെ സ്ത്രീകളോട് മാപ്പ് പറയണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയാകുമെന്ന് കണ്ടതോടെ വിഷയത്തിൽ കരുതലോടെയാണ് NDA സഖ്യത്തിന്റെ നീക്കം. 24 ബംഗളൂരു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വ്യാജ വീഡിയോ പ്രചരിപ്പിച്ച കേസിൽ കോൺഗ്രസ് IT വിഭാഗത്തിലെ 7 പേർ അറസ്റ്റിൽ. ഹൈദരാബാദ് സിറ്റി സൈബർ സെല്ലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഹൈദരാബാദിലെ കോൺഗ്രസ് സോഷ്യൽ മീഡിയ ഇൻചാർജ് മന്നെ സതീഷ്, വിഷ്ണു വംശി, നവീൻ, ഗീത, അസ്മത് തസ്ലീം, ശിവ എന്നിവരാണ് പിടിയിലായത്. വീഡിയോ പ്രചരിപ്പിച്ച സംഭവത്തിൽ ഡൽഹി പോലീസ് മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിക്ക് നോട്ടീസ് നൽകിയിരുന്നു. പ്രൈം ടൈം ന്യൂസിലേക്ക്. തിരുവനന്തപുരത്ത് സഹകരണ ബാങ്കിൽ നിന്ന് നിക്ഷേപിച്ച തുക തിരികെ കിട്ടാത്തതിൽ മനം നൊന്ത് ഗൃഹനാഥൻ ജീവനൊടുക്കിയ വാർത്ത ഇന്ന് പുറത്തു വന്ന വാർത്തയാണ്. ആ വാർത്തയിലേക്കാണ് ഇനി. മനം നൊന്ത് ആത്മഹത്യ. തിരുവനന്തപുരത്ത് സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ച തുക തിരികെ കിട്ടാത്തതിൽ മനം നൊന്ത് ഗൃഹനാഥൻ ജീവനൊടുക്കിയതിൽ പ്രതിഷേധം ശക്തം. നെയ്യാറ്റിൻകര മരുതത്തൂർ സ്വദേശി സോമസാഗരമാണ് മരിച്ചത്. മകളുടെ വിവാഹ ആവശ്യത്തിന് നിക്ഷേപിച്ച തുകയാണ് കാലാവധി കഴിഞ്ഞിട്ടും തിരികെ ലഭിക്കാത്തത്. വായ്പയെടുത്തവർ തുക തിരിച്ചടയ്ക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് കോൺഗ്രസ് നിയന്ത്രണത്തിലുള്ള ബാങ്കിന്റെ ന്യായീകരണം. കൂലിപ്പണിക്ക് പോയും കൃഷിപ്പണി ചെയ്തും സോമസാഗരം സ്വരുക്കൂട്ടിയ 5 ലക്ഷം രൂപയാണ് കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. മകളുടെ വിവാഹം, വീട് പുതുക്കൽ ഇതായിരുന്നു സ്വപ്നം. കഴിഞ്ഞ 6 മാസത്തിനിടെ പലതവണ ബാങ്കിൽ കയറിയിറങ്ങി. മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ബാങ്ക് അധികൃതർ സോമസാഗരത്തെ കൈയൊഴിഞ്ഞു. ഇതിൽ മനംനൊന്താണ് ഏപ്രിൽ 19 പുല്ലിനടിക്കുന്ന വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ഉദ്യോഗസ്ഥരുടെ മോശം പെരുമാറ്റമാണ് സോമസാഗരത്തിന്റെ ആത്മഹത്യയിലേക്ക് നയിച്ചതെന്ന് ബന്ധുക്കൾ ആരോപിക്കുന്നു. മകൻ മരിച്ചതല്ല, ബാങ്കുകാർ കൊന്നതെന്ന് സോമസാഗരത്തിന്റെ അച്ഛൻ. ഇത് നിരന്തരം 6 മാസം കൊണ്ട് ചെന്ന് ഇവിടെ ആവശ്യപ്പെടുകയാണ്. ഒടുവിൽ ഭീഷണിയായി, നീ പഠിച്ച പോലെ ചെയ്യ്, അത് ചെയ്യ്, ഇത് ചെയ്യുന്നൊക്കെ. അങ്ങനെയാണ് ഇപ്പം വന്ന വൈദ്യ ചെയ്ത്. പണം ചോദിച്ചതിന് ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയെന്ന് ഭാര്യയും സഹോദരിയും ആരോപിച്ചു. 3 മാസം കൊണ്ട് ബാങ്കിൽ കയറി അവർ ഇന്ന് തരാം, നാളെ തരാം, അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് അവർ വിടണമല്ലാതെ ഒരു അനക്കവും ഇല്ല.
പോലീസിൽ കേസ് കൊടുക്കുമെന്ന് പറഞ്ഞിട്ട് അവർ ഒരു അനക്കവും ഇല്ല. ഞാൻ ചോദിച്ച അണ്ണ എന്തിനിങ്ങനെ ചെയ്തതെന്ന്. അപ്പോഴെൻ്റെ അടുത്ത് പറഞ്ഞു, ഇവിടെ നിനക്കൊന്നും അറിഞ്ഞുകൂടാ, ഞാൻ ഇത്തരം പൈസ നിക്ഷേപിച്ചിങ്ങനെ ബാങ്കിൽ. ചോദിച്ചപ്പോൾ അവർ ഇങ്ങനെ ഒരു ഭീഷണി പോലെ സ്വരത്തിലാണ് സംസാരിക്കുന്നത് എന്ന് പറഞ്ഞ് അതിൻ്റെ പ്രയാസം ഒന്ന് പറഞ്ഞ് 1 ലക്ഷം രൂപ നൽകി. 5.39 ലക്ഷം രൂപ നൽകാനുണ്ട്. സോമശേഖരം ബാങ്കിലെത്തിയ സമയം ഗുരുതരാവസ്ഥ ബോധ്യപ്പെട്ടിരുന്നില്ലെന്നാണ് സെക്രട്ടറിയുടെ വിശദീകരണം. കൂടുതൽ നിക്ഷേപകർ തുക തിരികെ ആവശ്യപ്പെട്ട് ബാങ്കിനെ സമീപിച്ചിട്ടുണ്ട്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നെയ്യാറ്റിൻകരയിലെ വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. വയലിൽ കിളച്ചും മുണ്ടുമുറുക്കിയും മിച്ചം പിടിച്ച പണമാണ് സോമസാഗരം സഹകരണ ബാങ്കിൽ നിക്ഷേപിച്ചത്. ജീവിതത്തിന്റെ ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിൽ ആ പണം വിനിയോഗിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ എന്ത് മുടന്ത ന്യായീകരണം പറഞ്ഞിട്ടും കാര്യമില്ല. പണമോ കിട്ടിയില്ല, ആ കുടുംബത്തിന് നീതിയെങ്കിലും കിട്ടണം. നെയ്യാറ്റിൻകരയിൽ നിന്നും അഭിലാഷ് തൊഴുവങ്കോടിനൊപ്പം അജീഷ് കുമാർ, 24. പരിഷ്കരണത്തിൽ പ്രതിഷേധം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം ബഹിഷ്കരിച്ച് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ. തൊഴിലാളി സംഘടനകളുടെ പ്രതിഷേധത്തെ തുടർന്ന് ടെസ്റ്റ് നടത്താനാകാതെ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ മടങ്ങി. കോടതി പറഞ്ഞാൽ അല്ലാതെ പരിഷ്കരണം പിൻവലിക്കില്ലെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ വ്യക്തമാക്കി. പ്രതിഷേധം തുടരാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. ഗ്രൗണ്ടുകൾ ആധുനിക നിലവാരത്തിൽ സർക്കാർ തന്നെ നവീകരിക്കണമെന്നാണ് ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ പ്രധാന ആവശ്യം. ഡ്രൈവിംഗ് ടെസ്റ്റുകളുടെ എണ്ണം 30 വെട്ടിച്ചുരുക്കിയതും ഡ്രൈവിംഗിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് 15 വർഷത്തിൽ കൂടുതൽ പഴക്കമുണ്ടാകരുത് എന്ന തീരുമാനവും സ്കൂൾ ഉടമകളെ പ്രതിസന്ധിയിലാക്കുന്നുവെന്ന് സംയുക്ത സമരസമിതി പറയുന്നു. സാധാരണക്കാരായ ഡ്രൈവിംഗ് സ്കൂളുകാർക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമില്ല. ഞങ്ങളാരും വലിയ ടാറ്റയും വെള്ളയൊന്നും അല്ല, വെറും സാധാരണക്കാരാണ്. അതായത് ഞങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യാൻ വേണ്ടി 4/24 എന്നൊരു സർക്കുലർ രംഗത്തിറക്കി. ആ സർക്കുലർ നടത്തി കഴിഞ്ഞാൽ ഞങ്ങൾ സ്വയം മതിയാക്കി പോവേണ്ടി വരും. തിരുവനന്തപുരം മുട്ടത്തറയിൽ ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയവരെ ഗ്രൗണ്ടിൽ പ്രവേശിപ്പിച്ചതിന് പോലീസും സമരക്കാരുമായി തർക്കമുണ്ടായി. ഗിയറുള്ള വണ്ടി ഓട്ടിക്കണമെന്നാണ് പറയണത്. 60 വയസ്സായ സ്ത്രീനെ ഞങ്ങൾ ബുള്ളറ്റ് കയറ്റി വിടട്ടോ. ഇതൊക്കെ ഒരു ന്യായമില്ല കുട്ടി. മധ്യകേരളത്തിലും ഒരിടത്തും ടെസ്റ്റ് നടന്നില്ല. ഡ്രൈവിംഗ് സ്കൂൾ ഉടമകൾ ടെസ്റ്റ് ഗ്രൗണ്ട് അടച്ചാണ് എറണാകുളത്ത് പ്രതിഷേധിച്ചത്. സമരക്കാർക്കെതിരെ മന്ത്രി KB ഗണേഷ് കുമാർ രംഗത്തെത്തി. കോടതി പറഞ്ഞാൽ ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണം പിൻവലിക്കാമെന്ന് മന്ത്രി. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തത്. ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുകയാണ് 4 മിനിറ്റ് കൊണ്ടും 3 മിനിറ്റ് കൊണ്ടും ഒരു ലൈസൻസ് കൊടുത്ത് തീർത്തേക്കുന്ന ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവ് തന്നാൽ ഞാൻ തീർച്ചയായിട്ടും അനുസരിക്കാൻ ഇവർ പ്രതിഷേധിച്ചോട്ടെ. ഞാൻ എനിക്ക് ഈഗോ പ്രശ്നമൊന്നുമില്ല, എന്റെ സ്വന്തം കണ്ടുപിടുത്തമൊന്നുമല്ലല്ലോ. മലപ്പുറത്ത് ഡ്രൈവിംഗ് സ്കൂൾ മാഫിയ ഉണ്ടെന്ന ഗതാഗത മന്ത്രിയുടെ പ്രസ്താവനയെ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാം വിമർശിച്ചു. സർക്കാർ പിൻവലിക്കും വരെ ടെസ്റ്റ് ബഹിഷ്കരണവുമായി മുന്നോട്ട് പോകാനാണ് സംയുക്ത സമരസമിതിയുടെ തീരുമാനം. 24 തിരുവനന്തപുരം. +1 പ്രവേശന പ്രതിസന്ധി ഒഴിവാക്കാൻ മലപ്പുറത്ത് സീറ്റുകൾ വർദ്ധിപ്പിക്കാൻ മന്ത്രിസഭാ തീരുമാനം. സർക്കാർ സ്കൂളുകളിൽ 30%, എയ്ഡഡ് സ്കൂളുകളിൽ 20% സീറ്റ് വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. ആദ്യഘട്ടമെന്ന നിലയിലാണ് സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത്. മെയ് 8-ന് SSLC പരീക്ഷാഫലം പ്രഖ്യാപിച്ച ശേഷം തുടർ നടപടി സ്വീകരിക്കും. കഴിഞ്ഞ തവണ മുഴുവൻ വിഷയങ്ങൾക്കും A+ ലഭിച്ചവർക്ക് പോലും പ്രവേശനം ലഭിച്ചില്ലെന്ന് ആക്ഷേപം ശക്തമായിരുന്നു. എയ്ഡഡ് സ്കൂളുകളിൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇതനുസരിച്ച് സ്ഥിരം അധ്യാപക നിയമനം നടത്തുന്നതിന് വിലക്കുണ്ട്. കഴിഞ്ഞ വർഷവും മലപ്പുറത്ത് സീറ്റുകൾ വർദ്ധിപ്പിച്ചിരുന്നു. 24 ചെയർമാനും അബീർ ഗ്രൂപ്പ് പ്രസിഡന്റുമായ ആലുങ്കൽ മുഹമ്മദിന്റെ മാതാവ് ഇത്താച്ചുമ്മ കാംബ്രൻ അന്തരിച്ചു. 82 വയസ്സായിരുന്നു. സൗദി അറേബ്യയിൽ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മക്കയിലെ ഹറം പള്ളിയിൽ നടന്ന മയ്യത്ത് നമസ്കാരത്തിന് ശേഷം ജന്നത്തുൽ മുഹല്ല ഖബറിസ്ഥാനിൽ സംസ്കരിച്ചു. മലപ്പുറം കണ്ണമംഗലം എടക്കാപ്പറമ്പ് സ്വദേശിയായ ഇത്താച്ചുമ്മ ഏതാനും മാസങ്ങളായി മക്കളോടൊപ്പം ജിദ്ദയിലായിരുന്നു താമസം. ആലുങ്കൽ മുഹമ്മദിന് പുറമെ അഹമ്മദ് കുട്ടി, അബ്ദുൽ ഖാദർ, അബ്ദുൽ റസാഖ്, അബ്ദുൽ ഗഫൂർ, അബ്ദുൽ ജലീൽ, അബ്ദുൽ റഷീദ് എന്നിവർ മക്കളാണ്. ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ ഏഷ്യ ചാപ്റ്റർ പ്രവർത്തനങ്ങൾക്ക് കേരളത്തിൽ തുടക്കം കുറിക്കുന്നു. ഗോകുലം ഗ്രൂപ്പുമായി ചേർന്നാണ് പദ്ധതി. ഗോകുലത്തിന്റെ എല്ലാ സ്കൂളുകളിലും ക്വിസ് പരിശീലനവും ക്വിസ് ക്ലബ്ബുകളും ആരംഭിക്കും. ക്വിസിംഗ് എന്ന ഗെയിമിലെ അന്താരാഷ്ട്ര സംഘടനയാണ് ലണ്ടൻ ആസ്ഥാനമായ ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷൻ. കഴിഞ്ഞ 20 വർഷങ്ങളായി ക്വിസിലെ ലോക ചാമ്പ്യനെ തിരഞ്ഞെടുക്കുന്നത് ഇന്റർനാഷണൽ ക്വിസിംഗ് അസോസിയേഷനാണ്. 2024-ൽ IQA ഏഷ്യയിലെ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത് ഗോകുലത്തിലൂടെയാണ്. ഈ വിജ്ഞാന മത്സരത്തിലേക്ക് പങ്കെടുക്കുമ്പോൾ തീർച്ചയായിട്ടും പല മഹാത്മാക്കളുള്ള കഥകളും മനസ്സിലാക്കാനും പല ചരിത്രങ്ങളും, പിന്നെ മാത്രമല്ല
വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ അവർ മനസ്സിലാക്കി ഇതിന് ഇൻവോൾവ്മെൻ്റായി കൂടുതൽ അതിൻ്റെ വ്യവസായത്തെ അവർക്ക് ഡെവലപ്പ് ചെയ്യാനും കൂടി സാധിക്കുന്ന ഒരവസ്ഥ ഇപ്പോൾ ഉണ്ടാകും എന്നാണ് എൻ്റെ അഭിപ്രായം. മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക പ്രഖ്യാപനത്തോടെ ക്വിസ് പ്ലെയർ രജിസ്ട്രേഷൻ ആരംഭിക്കും. വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് IQA ജില്ലാ ചാമ്പ്യൻഷിപ്പുകളും സംസ്ഥാന ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിക്കുകയും അങ്ങനെ ക്വിസിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഔദ്യോഗിക ചാമ്പ്യന്മാരെ പ്രഖ്യാപിക്കും. കേരളത്തിലെ ബിസിനസ് സ്ഥാപനങ്ങൾക്കായി ബിസിനസ് ക്വിസ് ലീഗ്, സ്കൂളുകൾക്കായി സ്കൂൾ ക്വിസ് ലീഗ് തുടങ്ങി 5 മാസം നീണ്ടു നിൽക്കുന്ന ക്വിസ് ലീഗുകളും സംഘടിപ്പിക്കും. 24 കൊച്ചി. പ്രൈം ടൈം ന്യൂസ് അവസാനിക്കുന്നു.